ഇതല്ലേ ചേച്ചി ഞാൻ വിയർ ചെയ്തേക്കുന്ന സെയിം തന്നെയല്ലേ? ഇത് എത്ര നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മറക്കും. പാറ്റേണിന്റെ പേര്. ഓക്കെ, ഈ പറഞ്ഞ പേരാണ്. ഞാൻ എത്ര മാസമായി? ഇപ്പൊ കുറെ മാസമായി ഞാൻ എപ്പോഴും നാളിന് ശേഷമായി ഇതിപ്പോ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഓരോ സ്റ്റോക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്നത് അല്ലേ. ഇതിന്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട്, പിന്നെ വേറെയും കുറെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറെ ന്യൂ സ്റ്റോക്ക് ഉണ്ട്. സിംഗിൾ പീസ് ആയിട്ടല്ലേ ഇത്? സിംഗിൾ പീസ് ആയിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ലൊക്കേഷൻ പറയാണ്. കൊച്ചിയിലാണ്, പനമ്പള്ളിയിലാണ്, ലേക്ക് നോവി അഫെയറിലാണ്. ഒരുപാട് ഡിഫറെന്റ് കളക്ഷൻ വന്നിട്ടുണ്ട്, ഡിഫറെന്റ് പാറ്റേണും ഉണ്ട്. നമ്മൾ ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ബൈ ചേച്ചി, കളക്ഷൻ നോക്കാം. അപ്പോൾ ഇതിന്റെ ഏതൊക്കെ ടൈപ്പ് ആയിരിക്കുന്നത്? ഈ സെക്ഷൻ പേസ്റ്റലും ബ്രൈറ്റും കളേഴ്സ് ഉണ്ട്. ബ്രൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്. ഇത് ഫുൾ ലെങ്ത് തന്നെ അല്ലേ? ഫുൾ ലെങ്ത് തന്നെ. എനിക്ക് ഈ രേഷ്മ ഇട്ടേക്കുന്ന പോലത്തെ. ഓക്കെ, ഇത് നല്ല കളർ ഷെയ്ഡാട്ടോ വരിക. ഞാൻ ഓപ്പൺ ആക്കുവാണേ. ഇത് സൈസൊക്കെ എത്ര വരെ ഉണ്ടാവും ചേച്ചി? സൈസ് 44 വരെ ഉണ്ട്. 38 സൈസ് മുതലാണ് നമ്മുടെ ചിങ്കാരി ഒരു ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കുറെ പേസ്റ്റലും ഉണ്ട്, കുറച്ച് ബ്രൈറ്റ് കളേഴ്സും ഉണ്ട് അല്ലേ. ഈ ഇരിക്കുന്ന ഫുള്ളും ഈ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അല്ലേ. ഇത് ക്രേപ്പ് സിൽക്ക് ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ഇത് ഈ തവണ വന്നേക്കുന്ന ഇപ്പൊ പുതിയ സ്റ്റോക്കാ ഇതെല്ലാം. നല്ല പാറ്റേണാ. ഇതിന്റെ ഈ ഇത്രയും കളേഴ്സ്. ഓക്കെ, ഇത്രയും കളേഴ്സ് അല്ല, കുറെ കളേഴ്സ് ഉണ്ട്. ഇതുണ്ട്, ഇത് സെയിം തന്നെ അല്ലേ. ഓക്കെ, കുറേ കളേഴ്സ് ഈ തവണ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടെ പിന്നെ ഏതൊക്കെ കളേഴ്സ് അയച്ചു പിന്നെ ഉള്ള? പിന്നെ അത് തന്നെ ബട്ടൺ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. അതൊക്കെ ടൈപ്പും ഉണ്ട്. ഇതിന്റെ തന്നെ സെയിം ബട്ടൺ ഉള്ള ടൈപ്പും ഉണ്ട്, ബട്ടൺ ഇല്ലാത്ത. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചു വാങ്ങുമായിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ രണ്ടെണ്ണം, ഒന്ന് ബട്ടൺ ഉള്ളതും ഒന്ന് ബട്ടൺ ഇല്ലാത്ത. ഓക്കെ, അതിന്റെ ഇത്തവണ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട്, കുറെ പേസ്റ്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന ഫുള്ളും ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇത് ഞാനൊന്ന് നോക്കി വെച്ചേക്കാണ് ഈ കളർ കേട്ടോ. ഇത് വിസ്കോസിന്റെ ഫ്രോക്സ് ആണ്, ഒരു ഗൗൺ കണക്കുള്ള ടൈപ്പാ. ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കാം. നല്ല കളറാട്ടോ ഇത്, നല്ല ബ്രൈറ്റ് കളർ. ഇതിന്റെ എല്ലാ സൈസും ഇല്ലേ? ഇതിന്റെയാണ് 40, 42, 44 ഉള്ളൂ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളു. അപ്പൊ എനിക്ക് സൈസ് ഇല്ലെന്നാ പറയുന്നത്? ഇല്ല. ഈ നല്ല കളറാട്ടോ വരിക. ഇതിന്റെ 42 മുതലാണ് ഇതിന്റെ ഓരോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫ്രോക്ക് മോഡലാ അല്ലേ? ഫ്രോക്ക് മോഡലാ ഇത് വരിക. പിന്നെ ഇത് പിന്നെയുള്ളത് ഇത് ജോർജറ്റ് തന്നെ. ഇത് കണ്ടോ? പിന്നെ വരുന്ന കളക്ഷന് ജോർജറ്റ് മെറ്റീരിയൽ. ജോർജറ്റ് തന്നെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നമുക്ക് കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഈ ബട്ടൺ ഉള്ള ടൈപ്പ് കുറേ നാൾ മുന്നേ ഉണ്ടായിരുന്നതാണ്. പിന്നെ വരുന്നതെല്ലാം ബട്ടൺ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പം നമ്മളൊക്കെ ഇടുമ്പം ഈ ബട്ടൺ ഉള്ള ടൈപ്പ് തന്നെ മതി. അപ്പം അത് കിട്ടിയേക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ. ഇവിടുത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം അത്രയ്ക്ക് ഡിമാൻഡഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കുകയും ചെയ്യും. നല്ല ബ്രൈറ്റ് കളർ. എനിക്ക് ഈ റെഡ് വേണം കേട്ടോ. ഇതിന്റെ സൈസ് കാണുമോ? ഇതിന്റെ സൈസ് കാണും. ഇതും 36 മുതൽ ഏകദേശം ഉണ്ട്. 36 മുതൽ. ഓക്കെ. ചിലതിന്റെ കുറച്ച് സൈസ് ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും മറ്റുള്ള. പക്ഷെ നമുക്ക് ഓൾട്ടർ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഓൾട്ടറേഷൻ ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, ഈ കാണുന്ന കളക്ഷൻ ഒക്കെ ഇല്ലേ, പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോണം. കാരണം പിന്നെ ഇത് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എത്ര നാൾ വെയിറ്റ് ചെയ്യുന്നത്. സൈസും കളറും കിട്ടാൻ ഭയങ്കര പാടാ. ഇപ്പൊ അറിഞ്ഞ് നമ്മൾ ആരെങ്കിലും കസ്റ്റമേഴ്സിനെ വിളിച്ചു പറഞ്ഞാൽ വരുന്നെന്ന് അറിയുമ്പോഴേ എല്ലാവരും വന്നുണ്ടല്ലോ, അവരുടെ സൈസ് കളേഴ്സ് എല്ലാം പെട്ടെന്ന് തീരും. നല്ല നല്ല കളേഴ്സ് എല്ലാം പെട്ടെന്ന് തീരും. അതാ പിന്നെ നമുക്ക് ഓൾട്രേഷൻ ആയിരിക്കും ഓപ്ഷൻ. എന്നാലും കുഴപ്പമില്ല. ഓൾട്രേഷൻ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നേരത്തെ വന്നാൽ നേരത്തെ കിട്ടും. അതെ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. എന്തായാലും ഈ ഒരു ടൈപ്പ് എനിക്ക് വേണം കേട്ടോ. അല്ലെങ്കിൽ ഇനി കിട്ടത്തില്ലാത്തോണ്ടാണ് എനിക്ക് ചോദിക്കുന്നത്. ഇത് തന്നെ ഇപ്പോഴ് നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഡിമാൻഡ് ചെയ്തിരുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് ഷോപ്പ് ചെയ്തതിന് ശേഷം ഇപ്പൊ 2 ഇയേഴ്സിന് ശേഷമാണ് ഇപ്പോഴാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ. പിന്നെ ഏതൊക്കെ ചേച്ചി വന്നേക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഡെയിലി കാണുന്നത്. ഇത് കോട്ട് സെറ്റ്. ഇത് നോർമൽ ഫ്രോക്സ് പോലത്തെ, ഗൗൺ പോലത്തെ ടൈപ്പ് ഫ്ലോറൽ. പിന്നെ ഉള്ളത് ഇപ്പൊ വന്നേക്കുന്നതിൽ ഇതാണ് ഇപ്പൊ വേറെ പുതിയതായിട്ട് വന്നേക്കുന്നത്. ഇത് വരുമ്പോ നമ്മള് ഇത് കണ്ടോ, സെറ്റാണോ? ഇത് സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. കോട്ട് സെറ്റ് ആണോ? നോർമൽ കുർത്തി പാന്റ് സെറ്റ്. ഇതിന്റെ ഇത്രയും കളേഴ്സ് ആയിരിക്കുന്നത്? ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. ഇത്രയും കുറെ കളേഴ്സ് ഉണ്ട് ഇതിന്റെയൊക്കെ.
ഒരുവിധം എല്ലാ അളവുകളും ഉണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെ ഷോപ്പിന്റെ ടൈമിംഗ് ഒന്ന് പറയൂ ചേച്ചി. ഷോപ്പിന്റെ ടൈം 10:30 to 7:30. 10:30 to 7:30 ആണ്. സൺഡേ ഒക്കെ ഉണ്ടോ? സൺഡേ ഇല്ല, സൺഡേ ഹോളിഡേ. സൺഡേ ഇല്ല. സാറ്റർഡേ ഉണ്ട്. ഓക്കെ. മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മുടെ ഷോപ്പിന്റെ ടൈം വരിക. 10:30 to 7:30 വരെയാണ് വരിക ഷോപ്പിന്റെ ടൈം വരിക. ഷോപ്പിൽ വന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ. അതുപോലെ കുറെ കളക്ഷൻ ഉണ്ട്. ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കുറച്ചുകൂടെ നല്ല കാര്യം. നമുക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓൾട്രേഷൻ ചെയ്യാം. ഇട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. നമ്മൾക്ക് ടൈലർ മെയ്ഡ് ആയിട്ടല്ലല്ലോ വരുന്നത് ചിക്കൻ കറി. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് ഇടുന്നതായി ഇഷ്ടം. പിന്നെ ഞാനിവിടെ എത്ര നാൾ കൊണ്ട് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്യുന്നതെന്നറിയോ? മെയിൻ കാര്യം ഞാനിപ്പോൾ ജെനുവിൻ ആയിട്ട് പറയാം, എല്ലായിടത്തും കിട്ടും ചിക്കൻ കറി. പക്ഷേ ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എല്ലാം ഹാൻഡ് വർക്ക് ആണ് അല്ലേ? അതുകൊണ്ട് ടൈം എടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര വെയിറ്റിംഗും വരുന്നത്. നമുക്ക് നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പാറ്റേൺ കൊടുത്താൽ കിട്ടാൻ ഭയങ്കര പാട്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ചിക്കൻ കറി. പക്ഷേ ഈ ചിക്കൻ കറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പനമ്പള്ളിയിൽ, കൊച്ചിയിൽ, ലക്നൌവിൽ തന്നെ വരണം. നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാം. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്, ഇങ്ങനത്തെ അൻകർക്ക ഉണ്ട്. ഇതും നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇതേപോലത്തെ കോട്ടൺ അൻകർക്ക. ഓക്കെ. ഇതേപോലത്തെ. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ അല്ലേ? അല്ല, ഓപ്പൺ അല്ല. ഇത് നമുക്ക് അകത്തോട്ട് എത്ര വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓപ്പൺ ആയിട്ട് വേണേലും ഇടാം, അല്ലാതെ ഇടാം. പിന്നെ ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് സ്റ്റിച്ച് ചെയ്തങ്ങ് വെക്കാം. കാര്യം ഇത്രയും മതിയെങ്കിൽ ഇത്രയും മതി. അത് ക്ലോസ്ഡ് ആണ്. ഇതല്ല, ഇത് ഇത്തിരി ഓപ്പൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വിയർ ചെയ്തേക്കുന്നതിന്റെ സെയിം തന്നെ കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ എത്ര കളേഴ്സ് ഒക്കെ കാണുമോ ചേച്ചി? ഇതിന്റെ കുറച്ച് ഈ കളർ, പിന്നെ ഈ പീച്ച് കളർ, ഈ ഒരു പീച്ച് കളർ. പിന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് സൈസ് ഒക്കെ കാണില്ലേ? ഇതിന്റെ ഒരുവിധം സൈസസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾക്ക് തീർന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രശ്നം ഇവിടെ. നമ്മൾ സൈസ് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സൈസ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. അല്ല, ഒരുപാട് പേരുണ്ടല്ലോ ചോദിക്കും ഷോപ്പിൽ വരുമ്പം ഈ കളക്ഷൻ ഒന്നും കാണുന്നില്ല. കാരണം വീഡിയോ പബ്ലിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തൊക്കെയാ ചേച്ചി? ഇത് നല്ല, പിന്നെ ഇതും കോട്ട് സെറ്റ് ആണ് ഇപ്പോഴത്തെ. ഇത് എന്റെ സൈസ് ഉണ്ടോ? 38 ഉണ്ട്. എന്റെ 38 അല്ലേ വരും? 38 വരും. ഇത് ഇങ്ങനെ വരും. ഇതിന്റെ കൂടെ പലാസോ ആണ് പാന്റുകളെല്ലാം വരുന്നത്. നോർമൽ പാന്റ്സ് അല്ല വരുന്നത്, എല്ലാം പലാസോ. ഇപ്പൊ എല്ലാം ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈപ്പാ. അതിന്റെ കുറെ കളേഴ്സ് ഒക്കെയാ ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതും അത് തന്നെയല്ലേ? ഇതും അതെ. ഇതൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്നും കാണുന്ന കളക്ഷൻ തന്നെയാണോ? നോർമൽ ആയിട്ടുള്ള കുർത്തീസ് തന്നെ, ഫ്ലോറലും അല്ലാത്തതുമായിട്ടുള്ള കുർത്തീസ് തന്നെ. ഇതെല്ലാം അതെ, എല്ലാം ഡിമാൻഡഡ് ആണ്. ഇപ്പൊ നോർമൽ എന്ന് പറയുന്നു. ഇത് കോട്ട് സെറ്റാ. ഇതൊരു മൽമലിന്റെ കോട്ട് സെറ്റാ. പക്ഷെ ഇത് ഒരുവിധം തീർന്നു. അതാ കാണിക്കുന്നത്. ഒരുവിധം എല്ലാം കഴിഞ്ഞു ഇത്. ഓക്കെ. പിന്നെ എന്താ കളക്ഷൻ ഒക്കെ വന്നേക്കുന്നത്? പിന്നെ ഈ കിടക്കുന്നൊക്കെയോ പിന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തത് വന്നിട്ടുണ്ട് കുറച്ച്. അത് കുറച്ചേ ഉള്ളൂ. ഇതൊരു ഖരാര സെറ്റ് പോലെയാണിത്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതും പാൻറ് കണ്ടോ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെ പാൻറ് വരുന്നത്. ഓക്കെ. പാൻറ് ഇങ്ങനെ വരും, ടോപ്പ് ഇങ്ങനെ വരും. എന്ത് ടൈപ്പാന്നാ പറഞ്ഞത്? ഖരാര പോലെ വരും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു പാവാട പോലെ വരും. ഓക്കെ. ഇതേപോലെ. അത് ഇത്തവണ വന്നേക്കുന്നത്? ഇതേപോലെ അത് ഇത്തവണ വന്നേക്കുന്നത്. ഇതും ഇങ്ങനെ സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഇപ്പൊ കളേഴ്സ് ഒക്കെ ഉണ്ടോ? ഇതിന്റെ കുറച്ച് ഒരുപാട് കളേഴ്സ് ഇല്ല. ഇതിന്റെ ഈ കളറും വന്നേക്കുന്നത്. ഓക്കെ. ലൈറ്റ് ലാവൻഡർ അല്ലേ? ലാവൻഡറും ഈ രണ്ട് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ? അല്ല, ബ്രൈറ്റ് ഉണ്ടായിരുന്നു, ഞാനിപ്പോ ബുക്ക് ചെയ്യുന്നിരുന്നു. ബ്രൈറ്റ് ഷെയ്ഡ് ഇല്ല. അപ്പൊ പിന്നെ ഓൾമോസ്റ്റ് ഇത്രയും കളക്ഷനാണ് ഇപ്പൊ ലേറ്റസ്റ്റ്. ഇത് വന്നേക്കുന്ന വിസ്കോസിന്റെ ഒരു പുതിയ കളക്ഷൻ വന്നേക്കുന്നതാണ്. ഇതിന്റെ ഒരു 2-3 ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഇതിന്റെ. ഇതും സെറ്റാണ്. പക്ഷെ വിസ്കോസിൽ വൈറ്റ് വർക്ക് വന്നേക്കുന്നത് ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാ വൈറ്റ് വർക്ക് ഉള്ളത് വന്നേക്കുന്നത്. ഇതാകുമ്പോ കുറച്ചുകൂടെ ഷേപ്പായിട്ട് കിടക്കും അല്ലേ? നല്ലത്. എല്ലാം ജോർജറ്റിൽ സെയിം വർക്ക് ഉള്ളതാണ് വന്നേക്കുന്നത്. സെയിം ധാഗ വെച്ച് ചെയ്യുന്നത് അതേപോലെയല്ലേ വന്നേക്കുന്നത് നമുക്ക്. ഇതിപ്പോൾ ഡൈ വരുമ്പം ഇതിന് ആ ഡൈ ഇത് ചെയ്യുന്നില്ലാത്ത കണക്കാണ് പക്ഷെ കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകളാണ്. മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ വർക്കുകളായിരുന്നു. പിന്നെ വന്നേക്കുന്നത് ഇതൊക്കെ
പിന്നെ ഇതും ഇതേപോലെയാ. ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ഓഗസ്റ്റ് ഒരു ഓണത്തിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്നതാണ്, ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം ഇത് കിട്ടിയത് ഇപ്പം ഈ സമയത്താണ് കിട്ടിയേക്കുന്നത്. റീസ്റ്റോക്ക് ചെയ്ത് കിട്ടിയേക്കുന്നത് ഇപ്പോഴല്ലേ. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ നോർമൽ ജോർജറ്റിൽ നോർമൽ അതിന്റെ കുറെ കളക്ഷൻ ഈ തവണ വന്നേക്കുന്നത് അല്ലേ. ഓക്കെ. പിന്നെ ഇതൊക്കെയോ? ഇതൊക്കെ നമ്മളിപ്പോൾ കാണിച്ച കളക്ഷൻ തന്നെ. ഇതൊക്കെ കഴിഞ്ഞു. ഇതൊരുവിധം ഇത് പാൻറ്റുകളാണ്. പിന്നെ ഇതെല്ലാം പാൻറ്റിൻ്റെ പല വെറൈറ്റികളാണ്. പാൻറ്റിൻ്റെ സ്റ്റോക്ക് വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നേക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല എല്ലാം കഴിഞ്ഞു എന്ന്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ ഇതിന്റെ ബാക്കി വൈറ്റ് ഒക്കെ എന്താ ചേച്ചി? വൈറ്റ് നമ്മളവിടെ ഇത് വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നിന്നെല്ലാം ഓരോന്ന് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പാകത്തിനുള്ള ടൈപ്പാ. ഇത് ജോർജറ്റ് ആണ്. ഓക്കെ. ഫസ്റ്റ് ഞാൻ ഈ ഒരു വൈറ്റാ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. വൈറ്റ് അല്ലേ, അത് ഫുൾ ലെങ്ത് ആയിരുന്നു. പിന്നെ ഇത് നോർമൽ കോട്ടൺ ആണിത്. ജസ്റ്റ് പിള്ളേർക്കൊക്കെ ആയാലും ഇടാം, ആർക്കായാലും ഇടാം. ഇത് എനിക്ക് പറ്റുന്നതാണെന്ന് തോന്നുന്നു. പറ്റും. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ കറി. പിന്നെ ഇതേപോലത്തതുണ്ട്. ഇതൊക്കെ നമ്മൾ ജീൻസ് ടോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഫ്രോക്കായിട്ടേ യൂസ് ചെയ്യാവുന്ന. ഇത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയായിട്ട് ഇത്രയും മാത്രമായിട്ടേ ഉള്ളൂ. ഇത്രയായിട്ട് എടുക്കുന്നത്. പിന്നെയുള്ളതെല്ലാം ഇങ്ങനത്തെ ഷോർട്ട് ടോപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, നോർമൽ ഷോർട്ട് ടോപ്പ്, ജീൻസ് ഇടുന്ന പോലത്തെ നോർമൽ ഷോർട്ട് ടോപ്പ്. ഇതിന്റെ വേറെ സൈസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതിന്റെ ഈ സൈസ്, ഇതിന്റെ സൈസ് വേറെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇപ്പം കോട്ടയുടെ അൻഗർഖ പോലത്തെ പാറ്റേൺ വന്നിട്ടുണ്ട്. കോട്ടയുടെ ഓക്കെ. കണ്ട, ഇത് വൈറ്റ്. പിന്നെ ഉള്ളത് എല്ലാം വേറെ വേറെ ടൈപ്പ് ആണ്. പിന്നെ ഇതൊക്കെ കുർത്തീസാണ്. ഇത് ഇങ്ങനത്തെ ഉള്ളത്. ഓക്കെ. പല ഉണ്ട്. ഫ്രണ്ട് ബോക്സ് പ്ലീറ്റ് ചെയ്ത പോലത്തെ ഉണ്ട്. പിന്നെ അല്ലാത്ത ടൈപ്പ് നോർമൽ പോലത്തെ ഉണ്ട്. ഇത് കണ്ടോ, ക്രേപ്പിന്റെ ഇതേപോലത്തെ ആണ്. പിന്നെ ഇതേപോലെ ബെൽ സ്ലീവ് വരുന്ന ടൈപ്പ് ഉണ്ട്, ഇതേപോലത്തെ. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ടിലൊരു പോക്കറ്റ് വരുന്നതാണെങ്കിൽ ഇതിന്റെ കളറും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇതിന്റെ ഓംബ്രെ പോലത്തെ കളർ ചെയ്തുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു. 1-2 കണ്ടേ ഉള്ളൂ. ബാക്കി പിന്നെ ഈ വൈറ്റ് ആയിരിക്കും. അതെനിക്കറിയാമല്ലോ, ഇവിടെ വരുമ്പോൾ 1-2 ഉള്ളൂ, പിന്നെ കഴിഞ്ഞു. വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് വാങ്ങിച്ചോണം കേട്ടോ. അതൊരു പ്രശ്നം. പെട്ടെന്ന് അളവ് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കസ്റ്റമേഴ്സ് കൊണ്ടുപോകും. അതാണ് പ്രശ്നം. ഈ വൈറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചോ, ചിലപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം കഴിഞ്ഞോ ഓൾമോസ്റ്റ്? ഇനിയിപ്പം ഒരുവിധം കുർത്തീസ്, ബാക്കിയെല്ലാം കുർത്തീസ്, നോർമൽ കുർത്തീസ് അടങ്ങുന്നതെല്ലാം. ഓക്കെ. സ്ലീവ്ലെസ്സും ഉള്ള ടൈപ്പ്. ഏത് ടൈപ്പും ഉണ്ട്, കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ളതും ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റുന്ന ആ ടൈപ്പും ഉണ്ട്. എല്ലാം അങ്ങനത്തെ ഒരു ബ്രീത്തബിൾ മെറ്റീരിയൽ പോലത്തതാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് കളക്ഷൻ കാണിച്ചു. ഇല്ല, ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്. ഇതിപ്പം നമ്മൾ ഇപ്പൊ സ്റ്റോക്ക് ചെയ്യാനായിട്ട് എടുത്തോണ്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. ഇത് വിസ്കോസിന്റെ നോർമൽ കുർത്തീസ്. ഓക്കെ. നോർമലാണ്. വിസ്കോസിന്റെ കുർത്തീസ് ഇങ്ങനെ വരും. ഇതാ വരുന്നത് അല്ലേ? ഇത് പേസ്റ്റൽ കളേഴ്സും നല്ല ലെങ്ത് ഉള്ളതാ ഇപ്പൊ വരുന്നതെല്ലാമേ. നിയർലി ഒരു 49-50 അത്രയും ലെങ്ത് കാണും ഇതിന്. പക്ഷെ ഇപ്പൊ എല്ലാം ലെങ്ത് ഉള്ളതാണ്. അതങ്ങനെ തന്നെ ആണത്. ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിലും അതാണ് നല്ലത്. അതിന്റെ കുറെ കളേഴ്സ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡാ വന്നേക്കുന്നത്. എല്ലാം ഒരുവിധം കളേഴ്സ്, ഒരുവിധം അളവുകള് എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇതില് എല്ലാ സൈസും ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ ഇനി സ്റ്റോക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ എടുത്തോണ്ട് വന്നത്, അതുകൊണ്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതായത് ഇപ്പം. ഓക്കെ. അപ്പോ ഇതില് ഇത്രയും കളേഴ്സ് ഉണ്ട്. ഇപ്പോ ഇനിയും വേറെ കുറെ കളേഴ്സ് ഇത്രയുണ്ട്, കുറച്ചും കൂടെ സ്റ്റോക്ക് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് കിട്ടിയല്ലേ അത് കുറെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കളക്ഷനും കാണിച്ചില്ലേ? ഒരുവിധം എല്ലാം കാണിച്ചു. ഓക്കെ. അപ്പൊ ശരിക്കും ഞാൻ വന്നേക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് കളക്ഷൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ആക്കും, അതുകൂടാതെ ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഇത്രയും കാണിച്ചില്ല 4 ഇത് സെറ്റ് അല്ലേ? ഓക്കെ. ഈ 4 ഞാൻ എടുത്തേക്കുന്നതാണേ. ഓക്കെ. അപ്പൊ ഇത് ബില്ല് ചെയ്യാം. പിന്നെ ഇത് സെറ്റ് ഉള്ളതല്ലേ? ഇതിനകത്ത് സെറ്റ് ഇല്ല. ഇത് സിംഗിൾ പീസാ. ഇതിപ്പോ ഇട്ടേക്കുന്നതിന്റെ പീസ്. ഇത് അല്ലാതുള്ളൊരു കുർത്തി, ഇതും കുർത്തി, ഇതും അതെ. ഓക്കെ. സെറ്റ് ആയിട്ടുള്ളതിന്റെ കൂടെ ഇല്ല. സെറ്റ് ആയിട്ടുള്ളത് വേണോ? സെറ്റ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ സെറ്റ് ആയിട്ടുള്ളത് എടുത്തു തരാം. അളവിനുള്ളത് ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുത്താൽ കുഴപ്പമില്ല.
അപ്പോൾ വേഗം വരിക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള കളക്ഷൻ കിട്ടും, എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ പനമ്പള്ളിയിൽ നമ്മുടെ ലെക്നോവി അഫെയർ വരുന്നത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇൻസ്റ്റ ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം കാണും. ഓക്കെ, പിന്നെ ടൈമിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു. മോർണിംഗ് 10:30 to 7:30. സൺഡേ മാത്രമേ ഇല്ല, സൺഡേ ഹോളിഡേ, സൺഡേ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിപ്പം വീഡിയോയിൽ ഇട്ടേക്കുന്നത് ആങ്കറക്ക മോഡലാണ്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണോ അതോ നോർമൽ കുർത്തിയാണോ അതോ ഷോർട്ടായിട്ടുള്ള ജീനിന് പറ്റുന്നതാണോ? ഞാൻ കാണിച്ച കളക്ഷനൊക്കെ ഇല്ലേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബൈ.